ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളത് അറിയില്ല കേട്ടോ. എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും ലൈക്കൊക്കെ കാണുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് തോന്നത്തുള്ളൂ. അതുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ ഇത് രാവിലെ തന്നെ നമ്മൾ കുറച്ച് പണികളൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അതേപോലെ ഞാനൊരു കർമൂസ പറിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ക്യാമറാമാൻ മനുവാണ് കേട്ടോ. മനു സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഞാൻ പറിച്ചെടുത്തിട്ടുള്ള കർമൂസയാണ് കേട്ടോ ഇത്. അപ്പോൾ കറി വെക്കാൻ എന്താ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ നിന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ആ കർമൂസയുടെ മരം കണ്ടത് കേട്ടോ. അപ്പോൾ എങ്കിൽ പോയിട്ട് അതൊന്നും അങ്ങോട്ട് പറിച്ചെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അപ്പൂസ് ഇത് കണ്ട സമയത്ത് അവൻ വിചാരിച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട് പഴുത്ത കർമൂസ ഞാൻ പറിച്ചു കൊണ്ടുവന്നതാണ് എന്ന്. കഴിഞ്ഞ തവണ ഞാൻ അങ്ങനെയല്ലേ പറിച്ചു കൊണ്ടുവന്നത്, അതുകൊണ്ടാണ് അവൻ അങ്ങനെ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അതേ നമ്മളെ കർമൂസയൊക്കെ കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതൊക്കെ ഒന്ന് കറ പോകാൻ വേണ്ടിയിട്ടൊക്കെ മാറ്റി വെക്കണം കേട്ടോ. എല്ലാ സാധനത്തൊന്നും കറ പോണത് പോലെ കർമൂസയിൽ നിന്ന് കറ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതിനി തോല് ചെത്തുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ തന്നെ കറ വരുന്നതായിരിക്കും. ചിലർക്ക് കറ പൊള്ളാറൊക്കെ ഉണ്ട് കേട്ടോ. കർമൂസയുടെ കറയൊക്കെ പൊള്ളുന്നവരൊക്കെ ഉണ്ട്. എനിക്ക് ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ടേ. അങ്ങനെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങൾ അല്ല കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഇത് രാവിലെ തന്നെയാണ് കേട്ടോ. രാവിലെ തന്നെയാണെന്ന് ഇതൊരു 3 മണിക്കൊക്കെ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ അലക്കുന്നതൊക്കെ രാവിലെ തന്നെയായിരുന്നേ. പിന്നെ അതിനിടയ്ക്ക് രാവിലത്തെ വീഡിയോസും പിന്നെ ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ അത് പറയാനില്ല കേട്ടോ. രാവിലെയും പിന്നെ വൈകുന്നേരം എടുക്കുന്നതാണ് കേട്ടോ ഈ കാണിക്കുന്നതൊക്കെ. അപ്പോൾ അത് രാവിലെ തന്നെ ഞാനൊരു ഇപ്പം ഏകദേശം ഒരു 10, 10:30, 11 മണിയൊക്കെ ആവാനായിട്ടുണ്ടാവും. ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ അലക്കിയെടുക്കണത്. അപ്പോൾ അത് പതിവ് പോലെ തന്നെ അലക്കിയിട്ടുള്ള എല്ലാ വെള്ളവും ഞാനിത് ഇവിടെ മുറ്റത്ത് കൊണ്ടുവന്ന് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വേറൊന്നല്ല, ഏതായാലും ആ വെള്ളം അങ്ങോട്ട് കളയുകയാണെന്നാൽ പിന്നെ സോപ്പിൻ്റെ വെള്ളവും സോപ്പിൻ്റെ അത്രയും സോപ്പൊന്നുമില്ല, എന്നാലും കുറച്ചതിൻ്റെ അംശമൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ ഈ മുറ്റത്ത് കൂടെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടി പടലങ്ങൾ അങ്ങോട്ട് മാറുകയും ചെയ്തോളും. അതുപോലെ തന്നെ സോപ്പിൻ്റെ ഒരു അംശം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ വല്ല പുല്ലൊക്കെ മുളയ്ക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഒരു തണുപ്പും കിട്ടുമല്ലോ ഇവിടെയൊക്കെ നനഞ്ഞ് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ വെയിലിൻ്റെ കാഠിന്യം കൊണ്ടാണ് കേട്ടോ ഇതൊന്നും അത്ര അങ്ങോട്ട് ഏൽക്കുന്നില്ല. നമ്മൾ ഒഴിക്കുന്ന വെള്ളമൊന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതൊക്കെ വറ്റി പോകും. പക്ഷെ എന്നാലും ഒരു ചെറിയൊരു മാറ്റമൊക്കെ എന്തായാലും ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതേ 1-2 ട്രിപ്പൊക്കെ അലക്കി കഴിഞ്ഞ് ഞാനതൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അലക്കുന്നതിന് കയ്യും കണക്കൊന്നും ഇല്ല കേട്ടോ. എന്തായാലും അത് ദിവസം അലക്കിയാലും ശരി, ദിവസം അലക്കിയില്ലെങ്കിലും ശരി കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഏട്ടനുണ്ട് കേട്ടോ. ഏട്ടൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊന്നും അവന് മെഷീനിലിടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതൊക്കെ കല്ലിൽ കൊണ്ടുപോയിട്ട് തന്നെയാണ് അലക്കിയെടുക്കണത്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ രാവിലെ തന്നെ അങ്ങോട്ട് ഒരാളത് മാത്രമല്ലേ ഉള്ളൂ, അതങ്ങനെ രാവിലെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കല്ലിൽ അലക്കിയിടും കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാനിങ്ങനെ ഓരോ ദിവസം ഇടവിട്ടിട്ടാണ് അലക്കണത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ അലക്കി വിരിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പൂസ് ഇതേ മുറ്റത്തുണ്ട്, ഏട്ടനും ഇന്ന് ഇവിടെ ഉണ്ട്, മനു സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമുള്ളതാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഓരോന്ന് അങ്ങനെ അങ്ങോട്ട് തീർത്തുകൊണ്ടിരിക്കുക അല്ലേ. പിന്നെ നമുക്ക് കല്ലിൽ കൊണ്ടുപോയിട്ട് കുറച്ച് അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് നമ്മുടെ കണ്ണും മൂക്കൊക്കെ ഒന്ന് തെറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർ ഇവിടെ വാരി വലിച്ചിടുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കിയിടലാണ് നമുക്ക് മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പണി എന്ന് പറയുന്നത് കേട്ടോ. അധികമായിട്ടൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ തോർത്തും കാര്യങ്ങളൊക്കെ ഇവിടെ പുറത്ത് കൊണ്ടുവന്ന് തന്നെ അലക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓരോന്നും ആയിട്ടാണ് അലക്കിയെടുക്കാറുള്ളത്. എല്ലാവരുടെ തോർത്തും ഒന്നിച്ചൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ. ഓരോന്നായിട്ട് അങ്ങനെ അലക്കിയെടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ നമ്മുടെ തോർത്തും കാര്യങ്ങളൊക്കെ കുറച്ച് നേരം സോപ്പ് പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ സോപ്പ് പൊടിയിലിട്ടിട്ട് വെക്കാറൊന്നുമില്ല. ചില ദിവസങ്ങളിൽ 1-2 ദിവസമൊക്കെ കൂടുന്ന സമയത്ത് സോപ്പ് പൊടിയിലിട്ട് കുറച്ച് നേരം വെക്കും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പോഴേ വേഗം കൊണ്ടുപോയിട്ട് അലക്കിയെടുക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. സാഹചര്യങ്ങൾക്കനുസരിച്ചും ചില സമയങ്ങൾക്കനുസരിച്ചും ഓരോ രീതിയിലൊക്കെ ആയിരിക്കും കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചില വ്യത്യാസങ്ങളൊക്കെ ആയിട്ട്. എന്നും ഒരുപോലെ ഒന്നല്ല ചെയ്യാറുള്ളത്. എന്നും നമ്മൾ ടൈം ടേബിൾ വെച്ചിട്ടല്ല നടക്കാറുള്ളത്. അങ്ങനെ
ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ എപ്പോഴും പറ്റിക്കോളണമെന്നൊന്നുമില്ല കേട്ടോ. എന്നാലും ഒരു ചെറിയ ചെറിയ രീതികളിലൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാനിതൊക്കെ ഒന്ന് അടിച്ചടിച്ച് തിരുമ്പാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. സാധാരണ ഞാനിങ്ങനെ അടിച്ചടിച്ച് തിരുമ്പാറൊന്നുമില്ല, പക്ഷേ തോർത്തൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതും ഒന്ന് വിരിച്ചിടാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം ഏകദേശം ഇപ്പോൾ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മനു സ്കൂൾ 4:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. 5 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു സമയത്തുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പൂസും മനു ഏട്ടനും കൂടെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. മനുവിന് ചെറിയൊരു കഫക്കെട്ടും ജലദോഷവും പനിയും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പനിയുള്ള സമയത്ത് നമ്മൾ പനീൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കഫക്കെട്ടൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടൈമിൽ നോൽമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ടൈമിനനുസരിച്ച് വേണം നമ്മൾ ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒന്ന് പോയിട്ട് വരട്ടെ. അപ്പോൾ അതേ കുറച്ച് ദിവസമായി തേങ്ങയിട്ട ആ ഒരു ടൈമിലാണ് നമ്മളിവിടെ ഓലക്കൊടിയൊക്കെ വെട്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അന്ന് മുതൽ ഞാൻ ചൂലുണ്ടാക്കാൻ തുടങ്ങിയതാണ്. ഒന്നിച്ച് കുറേ സമയം ഇരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഓരോ ദിവസം കുറച്ച് അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഇരുന്നിട്ടാണ് ഞാനിപ്പോൾ ഓരോ ചൂലുണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് 3ാമത്തെ ദിവസമാണ് ഇപ്പോൾ ഈ ഒരു ചൂലുണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ടും ഒരു ചൂലുണ്ടാക്കാനുള്ളത് പോലും നമുക്കായിട്ടില്ല കേട്ടോ. ഇറുക്കിൽ കുറച്ച് ചെയ്താൽ മതി. നമുക്ക് ആരെയും ബോധിപ്പിക്കാനുമില്ല. ചെയ്ത് തീരണം നമുക്ക് ആവശ്യമാകുമ്പോഴേക്ക്. അപ്പോൾ കുറച്ചായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്ക് അങ്ങനെ സാവധാനം തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. തീരുന്ന ആ ഒരു ടൈമിൽ, കിട്ടുന്ന ആ ഒരു ടൈമിൽ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ചെറുതായിട്ട് നമുക്ക് ഓരോന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി കഴിഞ്ഞു. ഇന്നിപ്പോൾ എത്രയും നന്നാക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് 4-5 പ്രാവശ്യം ഇരിക്കുമ്പോഴേക്കും നമുക്കൊരു ജോലിനുള്ളതൊക്കെ ആകും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടു. പിന്നെ അതൊക്കെ ഒന്ന് വാരിടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓലക്കൊടിയൊക്കെ നമുക്ക് വാരിയിട്ടുകൊണ്ടിരിക്കാം. ഇവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറേ പരത്തലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഏതായാലും ഇവരിതുവരെ എത്തിയിട്ടില്ല. ഞാനൊരു അരമണിക്കൂറേ ഇരുന്നിട്ടുള്ളൂ കേട്ടോ. അത്രയും സമയം വരെ ഇരുന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അടുക്കളയിലും കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ രാവിലെ നമ്മൾ പറിച്ചിട്ടുള്ള കർമൂസ ഉണ്ടല്ലോ, അത് ഇവിടെ കറയൊക്കെ പോകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഏതായാലും കറ പോയാലും പോയിട്ടില്ലെങ്കിലും ഞാനത് ചെത്താൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അതൊക്കെ ചെത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ചെനച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ട് ഉള്ളിലൊക്കെ ഒരു നനവ് വരുന്നുണ്ടായിരുന്നു. ചെറുതായിട്ട് കളർ വ്യത്യാസമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ അരിഞ്ഞതിന് ശേഷം അതൊക്കെ ഒന്ന് കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതവിടെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും അവരൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിവിടെ കുറച്ച് ചീരയും കാര്യങ്ങളൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ ഒന്ന് നനച്ചെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. മഴ ചിലപ്പോൾ വന്നിട്ടേ ഉള്ളൂ, പെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാഹിക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും വെള്ളമൊക്കെ കിട്ടിക്കോട്ടെ. മഴ പെയ്താലും കുഴപ്പമില്ല, മഴ പെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പെയ്താലും വലിയ രീതിയിലൊന്നും പെയ്യത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം 4-5 തേങ്ങ പൊളിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് പൊളിക്കാൻ വേണ്ടി റെഡിയായി വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴും ക്യാമറാമാൻ മനുവാണ് കേട്ടോ. അപ്പോൾ 3-4 തേങ്ങ നമുക്ക് ഒന്നിച്ച് പൊളിച്ചെടുക്കാം. ഇനി ആവശ്യാനുസരണം ഓരോന്ന് പൊട്ടിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ഞാൻ പൊളിക്കാൻ വന്ന സമയത്താണ് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒന്ന് പൊളിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ 3-4 എണ്ണം ഒന്നിച്ച് പൊളിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ രാവിലെ നേരത്തെ എണീക്കുന്നുണ്ട് കേട്ടോ. ഏട്ടന് പോകാനുള്ളതുകൊണ്ട് 4 മണിക്ക് എണീക്കുന്നുണ്ട്. അങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഏട്ടൻ പോകുന്നത് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ചിലപ്പോൾ കുറച്ച് നേരം ഒന്ന് കിടക്കും കേട്ടോ. അങ്ങനെ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉറക്കം അങ്ങോട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല ആ സമയം വെറുതെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് കിടക്കുന്നത്. പക്ഷെ കിടന്ന് വരുമ്പോഴേക്ക് 6 മണീൻ്റെ അടുത്താകും കേട്ടോ. പിന്നെ നമ്മൾ കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ എണീക്കാനാണ്? പിന്നെ എണീക്കാനും തോന്നില്ല. ആകെപ്പാടെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പുക ഒരു പണിയായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ശരിയാവില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് എങ്ങനെയായാലും മടി വരുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ 4 മണിക്ക് എണീറ്റിട്ടുള്ള പരിചയം ഇന്ന് വരെ ഇല്ല കേട്ടോ. ഞാനാണ് 4 മണിക്ക് എണീറ്റിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഓർത്തിട്ട് മടിച്ചിരിക്കും. പിന്നെ ഓർക്കാനും അങ്ങനെ ചെയ്യാലോ ഇങ്ങനെ ചെയ്യാലോ എന്നൊക്കെ വിചാരിക്കാനും ഇപ്പോൾ ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ ചെയ്ത് കിട്ടാനാണല്ലോ പാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കി, പക്ഷെ നടന്നില്ല. പിന്നെ എന്ത് ചെയ്തു, ഏട്ടൻ പോയതിന് ശേഷം വീണ്ടും ഞാൻ കിടക്കാൻ പോയി. പിന്നെ ഒരു 6:30-7 മണി ആവാനായിട്ടുണ്ട് ഇവിടെ എണീറ്റപ്പോൾ. അപ്പോഴാണ് നമ്മൾ എണീക്കുന്നത് വെച്ചാൽ പിന്നെ ഒരു ഉഷാറുണ്ടാവില്ല. നമുക്ക് ചെയ്യുന്ന പണികളൊന്നും പെട്ടെന്ന് ചെയ്ത് തീർക്കാനും പറ്റില്ല, ചെയ്താലൊട്ടും നീങ്ങത്തുമില്ല. അങ്ങനെ പിന്നെ അപ്പോൾ ആ ഒരു ടൈമിൽ തോന്നും, വേണ്ട കിടക്കണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ തന്നെ എണീറ്റിട്ട് ഓരോന്ന് ചെയ്യാനുള്ളത് അങ്ങോട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കായിരുന്നല്ലോ എന്ന് തോന്നും കേട്ടോ. തോന്നലൊക്കെ എന്നും തോന്നാറുണ്ട്. പിറ്റേ ദിവസമായാലും നമ്മളുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ പിന്നെ വേഗം എണീറ്റിട്ട് കറിക്കുള്ളതായാലും ചായക്കുള്ളതായാലും ഒക്കെ അങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പിന്നെ ഒന്നിനൊരു ഉത്സാഹമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു, ഇനി നമുക്ക് 4 മണിക്ക് എണീക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ ഒക്കെ അങ്ങോട്ട് ചെയ്ത് തീർക്കാം. എന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് നേരം ഉറക്കം വരികയാണെങ്കിൽ ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ അത് നടക്കുകയോ ഇല്ല എന്നുള്ളത് അറിയില്ല. നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. പിന്നെ അതേ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവിടെയുള്ള ആളും പഠിക്കുകയാണെന്നുള്ളത്. എവിടെ ആളെ 7 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ എണീക്കുന്നത് തന്നെ. അത് തന്നെ നമ്മൾ കൊട്ടും കുരവേ എടുത്തിട്ട് ചെല്ലണം എണീക്കണമെങ്കിൽ. ആ ഒരു രീതിയിലാണ് കേട്ടോ അവൻ്റെ എണീക്കൽ. അപ്പോൾ അതേ അങ്ങനെ അവനൊക്കെ ഒന്ന് പോയി എണീപ്പിച്ചുകൊണ്ട് വന്നു. പിന്നെ അതേ മനു എണീറ്റിട്ടുണ്ടായിരുന്നു, അപ്പൂസ് എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ തകൃതിയായിട്ട് അങ്ങോട്ട് തുടങ്ങി കേട്ടോ. ഞാൻ വേഗം എന്ത് ചെയ്തു, ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ വേഗം പിന്നെ അത് ഗോതമ്പ് ദോശ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുപയർ കറി ഉണ്ടാക്കി, ഗോതമ്പ് ദോശ ഉണ്ടാക്കി, ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ. ചപ്പാത്തിക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ചെറുപയർ വെള്ളത്തിലിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് നമ്മളിത് ചീറ്റിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഗോതമ്പ് ദോശയാക്കി. ഗോതമ്പ് ദോശയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചമ്മന്തിയാണ് കേട്ടോ ഇഷ്ടം, ഉള്ളി ചമ്മന്തിയാണ് ഇഷ്ടം. അതുകൊണ്ട് അവർക്കൊക്കെ ചെറുപയറിൻ്റെ കറി ഉണ്ടാക്കി, ഞാനാണെങ്കിൽ ഉള്ളി ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് അപ്പൂസിന് കഞ്ഞി വെക്കാനുണ്ടായിരുന്നു. ചൂടല്ലേ, കഞ്ഞി കുടിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് കഞ്ഞി ഉണ്ടാക്കി. പിന്നെ വേഗം ചോറൊക്കെ ഉണ്ടാക്കി. ഏകദേശം പണികളൊക്കെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്ക് തീർന്നിട്ടുണ്ട്. പക്ഷെ അത് ശരിയാവില്ല കേട്ടോ. പിന്നെയാണ് ഞാൻ അലക്കാനും കാര്യങ്ങളിലൊക്കെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫുഡ് വേറെ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് കേട് വന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ചെയ്യണം. പിന്നെ അതേ വൈകുന്നേരം ഞാൻ കുറച്ച് പാൽച്ചായയും കുറച്ച് നുറുക്കും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാനിതൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.